IPL-ന്റെ 18ാം സീസൺ പുരോഗമിക്കുമ്പോൾ ഈ സീസണിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളുടെ പ്രകടനങ്ങളാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് വാങ്ങിച്ചെടുത്ത ശ്രേയസ് അയ്യർ നായകനെന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും മികച്ച പ്രകടനങ്ങൾ നടത്തുമ്പോൾ 27 ലക്ഷത്തിന് ലക്നൗ വാങ്ങിയ ഋഷഭ് പന്തിന് ഇതുവരെയും തിളങ്ങുവാനായിട്ടില്ല. IPL കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനം തുടർന്നതോടെ KL രാഹുലിനെതിരെ പരസ്യമായി ഗ്രൗണ്ടിൽ വെച്ച് അതൃപ്തി പ്രകടിപ്പിച്ച സഞ്ജീവ് ഗോയങ്കയാണ് ലക്നൗ ടീമിന്റെ ഉടമ. 2022 മുതൽ 2024 വരെ 3 സീസൺ കളിച്ചതിനു ശേഷമായിരുന്നു KL രാഹുലിനെതിരെ ഗോയങ്കയുടെ പരസ്യമായ പ്രകടനം. KL രാഹുലിന് ഈ ചീത്തവിളി കേൾക്കുവാൻ 3 സീസൺ വേണ്ടി വന്നെങ്കിൽ വെറും 3 മത്സരങ്ങളിൽ നിന്ന് തന്നെ പന്ത് ആ ചീത്തവിളികളെല്ലാം കേട്ടുകഴിഞ്ഞു. 3 മത്സരങ്ങൾ പിന്നിടുമ്പോൾ വെറും 17 റൺസാണ് പന്ത് ലക്നൌവിനായി നേടിയിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 6 പന്തിൽ 0-ന് പുറത്തായ പന്ത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 15 റൺസാണ് നേടിയത്. പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ വെറും 2 റൺസിനായിരുന്നു പന്ത് പുറത്തായത്.